ഉച്ചക്ക് നടന്നാല് ഇതിലും ഭേദമായിരിക്കും. 1.5 മണിക്കൂർ കളിച്ചിട്ട് കിട്ടിയതാണ്. 5 രൂപ തികയില്ല. ഞാനോ ഇത്തിരി വെള്ളം കൊണ്ട. ഒരു ഉത്സവോ പെരുന്നാളോ ഇല്ലാത്ത നശിച്ച സ്ഥലം. ജാനു പാത്രം നീട്ടുമ്പോഴേക്ക് മാന്യന്മാർ പലരും തിരിഞ്ഞു നടന്നു കളഞ്ഞു. ലോകപ്രസിദ്ധിയാർജിച്ച ഗ്രാൻഡ് മലബാർ സർക്കസ് 200ഓളം യുവാക്കളുടെ കണ്ണും ഞെട്ടിക്കുന്ന കായിക പ്രകടനം, 100ഓളം വന്യമൃഗങ്ങൾ. ഗ്രാൻഡ് മലബാർ സർക്കസ് ഈ മഹാനഗരത്തിലെ നിവാസികൾക്ക് ഒരു അപൂർവ അവസരം. ഗ്രാൻഡ് മലബാർ സർക്കസ്, ഗ്രാൻഡ് മലബാർ സർക്കസ്, ഗ്രാൻഡ് മലബാർ സർക്കസ്, ഗ്രാൻഡ് മലബാർ സർക്കസ്, ഗ്രാൻഡ് മലബാർ സർക്കസ്. നോക്കുന്നുണ്ടാ, ഒരു മാസത്തെ വാടക കൊടുത്തു പോയില്ലേ? ആ നേരം നോക്കി തന്നെ വേണം അവരുടെ എഴുന്നള്ളത്ത്. മാധവൻ ഇവിടെ വരുന്നത് ഞാൻ അറിഞ്ഞില്ലെന്നാണോ? മാധവനും കണാരനും ഞാനും ഒക്കെ ഒരേ കളരിയിലാണ് പഠിച്ചത്. കണാരന്റെ കമ്പനി സിംഗപ്പൂരിൽ കളിക്കാന്ന് കേട്ടു. എന്റെ തലയിലെഴുത്ത് ഇങ്ങനെയായിരിക്കും. നല്ല കാലം ഇനിയും വന്നുകൂടാന്നില്ലല്ലോ മാസ്റ്റർ. പ്ലാസ്റ്റിക്കിലെ കൊടുങ്കാറ്റിൽ കൂടാരം വീണതോടെ ഒക്കെ കഴിഞ്ഞു. പൊളിഞ്ഞ കമ്പനികൾ പലതും പിന്നെയും നന്നായിട്ടുണ്ടല്ലോ. വീണ്ടും പണം ഇറക്കാനുള്ള കോപ്പുണ്ടാവണം, സഹായിക്കാനുള്ള ആളുണ്ടാവണം. എന്റെ കൂടെ നിന്നാൽ നിങ്ങൾക്കും ഗതി കിട്ടില്ല. ഇവിടെ വല്ലതും വെച്ചുണ്ടാക്കണോ, പുറത്തുനിന്ന് വാങ്ങണോ? ഭേദപ്പെട്ട വിദ്യകളൊക്കെ നീ പഠിച്ചിട്ടുണ്ട്. ലക്ഷ്മിക്ക് ഒരു കമ്പനിയിലും ചേരാൻ പ്രയാസം ഉണ്ടാവില്ല. എനിക്ക് സന്തോഷമാണ്. എന്റെ മാത്രം കാര്യം ശരിയായതുകൊണ്ടായില്ലല്ലോ മാസ്റ്റർ. നാളെ പോണോ? എവിടേക്ക്? സ്ഥിരം ശമ്പളമുള്ള ഏതെങ്കിലും കമ്പനിയിൽ. മാധവനോട് ഞാൻ പറഞ്ഞാൽ തീവണ്ടിയിൽ വയറ്റത്തടിച്ച് പാടി നടക്കുമ്പോഴാ മാഷനെ വിളിച്ചത്. അന്ന് അതൊക്കെ പഴയ കഥ. പക്ഷേ എനിക്ക് മറക്കാനാവണ്ടേ മാസ്റ്റർ? ചിലപ്പോ 2 അണിയോ 3 അണിയോ കിട്ടും. ചെക്കിങ്ങുകാരുടെ അടിയും ചവിട്ടുമായിരിക്കും ചില ദിവസം സമ്പാദ്യം. സമ്പാദ്യം ഇപ്പൊ പഴയ നിലവാരത്തിലെത്തിയല്ലേ? മാഷ് കൂടെ വന്നപ്പോ ഞാനും ഒരു മനുഷ്യജീവിയാണെന്ന് എനിക്ക് തന്നെ തോന്നി. അത് ചെറിയ സമ്പാദ്യമൊന്നുമല്ലല്ലോ മാസ്റ്റർ. പക്ഷേ വഴിവകല കളിക്കാരെ
ഒരുതരം പിച്ചക്കാരായിട്ടേ ആളുകൾ കാണും. അതുകൊണ്ട് ഓരോന്ന് ആലോചിക്കുക. മാഷ് പോണിടത്തൊക്കെ ഞങ്ങളും വരും. എങ്ങോട്ടാ എങ്ങോട്ടാ? പ്രൊപ്പറൈറ്ററെ ഒന്ന് കാണാനാണ്. ഇപ്പൊ തിരക്കാവും, ആരെയും വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരക്കൊഴിയുമ്പോ മതി. ഒന്ന് ചെന്ന് പേര് പറഞ്ഞാൽ ഞാൻ. ഗുരുക്കളെ, ഗുരുന്തനോ? അല്ല, ഗുരുക്കളിപ്പോ ഏത് നാട്ടിലാ? പലയിടത്തായി കഴിഞ്ഞുകൂടുന്നു. ട്രൂപ്പ് ഉണ്ടെന്നും പറയാ, ഇല്ലെന്നും പറയാ. എനിക്ക് പ്രൊപ്പറൈറ്റർ ഒന്ന് കാണണമല്ലോ. അതിനെന്താ വരണം? ഗോവിന്ദേട്ടാ, ആവശ്യമില്ലാത്തവരകത്തേറ്റ് വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എടോ ഇതാരാണ് തനിക്കറിയോ? പണ്ടത്തെ കാലത്ത്. പണ്ട് ആരായിരുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ ഇപ്പോഴെന്താ കാര്യം? അല്ല, അത് ശരിയാ. അതും ഇവനോട്. ഗുരുക്കൾ വരണം. 1 മാസം കൂടെ കാണും. ഓഹോ, അപ്പോ ഒഴിവുള്ളപ്പോഴൊക്കെ വരണം. എനി ടൈം. അതിനെന്താ, കാണാം. കുമാര, താനിവിടെ? ഇവിടെയാണ് ക്യാമ്പെന്ന് അറിഞ്ഞപ്പോ ഒന്ന് കാണാമെന്ന് കരുതി. വാ, അകത്തേക്ക് വാ. ആ മറാഠിക്ക് നക്കാപ്പിച്ച വിലക്കല്ലേ താനൊക്കെ വിറ്റത്? ഒന്നും എന്നെ അറിയിക്കാമായിരുന്നില്ലേ? എത്ര വേഗം സ്ഥലം വിടുന്നോ അത്രയ്ക്ക് നഷ്ടം കുറയും. തുടങ്ങി 3-ാം ദിവസം കൊടുങ്കാറ്റ്, മഴ. 16 ദിവസം കളിയില്ലാതിരുന്നാൽ അതല്ലേ നമ്മുടെ ബിസിനസിന്റെ ശാപം. ശരിയാണ് താൻ പറഞ്ഞത്. ഒരു മടക്കാറ് കണ്ടാൽ ഉടനെ സർക്കസുകാരന്റെ ഉള്ളു കാണും. എന്നും പ്രോബ്ലം. എല്ലാം വിറ്റ് കൈയൊഴിച്ച് വീട്ടിൽ ചെന്ന് വെറുതെ ഇരുന്നാലോ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും. സ്വൈരായിട്ടിരിക്കാനുള്ള സ്ഥിതി ദൈവം തന്നിട്ടുണ്ടല്ലോ. ലീസിന് കൊടുത്താലോ എന്നാലോചിച്ചു. മാധവിക്ക് ഇഷ്ടമല്ല. ഗോപിക്കാണെങ്കിൽ ഈ ലൈനിൽ അല്പം ഇൻട്രസ്റ്റ് ഉണ്ട്. അവൻ വലുതാവുമ്പോഴേക്കും ഈ കമ്പനി ഒന്ന് വലുതാക്കി അവനെ ഏൽപ്പിക്കണം. അമ്മാവൻ എത്ര കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കിയതെന്ന് മരുമകനും പഠിക്കട്ടെ. ഞങ്ങളുടെ കാര്യം എനിക്ക് വാസ്തവത്തിൽ ഇപ്പോൾ ആരെയും ആവശ്യമില്ല. കണക്ഷൻ പൊതുവെ മോശം എല്ലായിടത്തും. കുറച്ചാളുകളെ ഒഴിവാക്കണമെന്നാണ് മാനേജറുടെ അഭിപ്രായം. എന്റെ വയറ്റിപ്പോയപ്പോ എനിക്ക് പ്രശ്നമല്ല. പക്ഷേ എന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ആ കുട്ടികൾ എന്ത് ചെയ്യും? തന്റെ മുഖത്ത് നോക്കി പയ്യെന്ന് എങ്ങനെ പറയും? വന്നോളൂ, നാളെ രാവിലെ. വലിയ ഉപകാരം. ഞാൻ വരട്ടെ. പിന്നെ ഞാനും താനും ഒരുമിച്ചൊരു കളരിയിലുണ്ടായിരുന്നു. തനിക്ക് സ്വന്തമായി ഒരു കമ്പനിയും ഉണ്ടായിരുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ പറയാതെ എനിക്കറിയാം. ഞാൻ നിൽക്കേണ്ടിടത്തേ നിൽക്കൂ. താനായതുകൊണ്ട് മാത്രമാണ് ഞാനിതിൽ സമ്മതിച്ചത്. മാനേജർക്ക് ഇഷ്ടമാവുകയില്ല. ചെലവും ചിലർ ബാറ്ററി തരും. കമ്പനി ഒന്ന് ഭേദപ്പെടുമ്പോഴേ ശമ്പളക്കാരി ആലോചിക്കാൻ പറ്റും. ചോക്കറ, മാനേജർ സാബ്ക്ക് ബുലാവോ. ഇവക്ക് 35. ആ ഇവനെത്ര? 25. ഇവനെത്ര? 50. സാഹബ്, ഞാൻ പറഞ്ഞ കാര്യം എന്തോന്ന്? അഡ്വാൻസിൽ നോ അഡ്വാൻസ്. സാർ, ഒരു 50 ഉറുപ്പിക കൂടെ വേണം. അടുത്ത മാസം അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് മാനേജറോട് പറയണം. തനിക്ക് ഏത് മാസത്തിലെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തത്? പെങ്ങൾക്കൊരു ചെക്കപ്പിന് മെഡിക്കൽ കോളേജിൽ. തന്റെ വയ്യാരം ഒന്നും കേൾക്കാൻ എനിക്കിവിടെ നേരമില്ല. ശമ്പളം വാങ്ങിയില്ലേ? ഒന്ന് സ്ഥലം വഴിയോടും. സാർ, ഗെറ്റ് ഔട്ട്. ഒന്ന് പോകാൻ. ഇവൾക്ക് എന്തറിയാം? ഹൈവേറെ കളിക്കും.
സിംഗിൾ വീലും ട്രപ്പീസും ലക്ഷ്മിക്ക് നല്ല പ്രാക്ടീസാണ്. ഇവനോ? കോമിക്കും ജഗലിങ്ങും കുറച്ച് ചില്ലറ മാജിക്കും അറിയും. നല്ല ക്ലൗണാ. എന്റെ ട്രൂപ്പിലാവുമ്പോ തുടങ്ങി. ഇതാ ഞാൻ പ്രൊപ്പറേറ്ററോട് പറഞ്ഞത്, കയറ്റിയാൽ പഴയ പ്രതാപത്തിന്റെ കഥ തുടങ്ങി. ആ മാഷേ, ഇവളുടെ ട്രെയിനിങ് എങ്ങനെയുണ്ടെന്ന് നോക്കും. ഇവറ്റകളെ എന്ത് ചെയ്യും? രണ്ടാളെയും കുറച്ചൊക്കെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. തെരുവിലെ കമ്പക്കുത്തൊന്നും പോരെ ഇവിടെ. പിള്ളേ, ബി ക്ലാസ് മെസ് ഏതെല്ലാം റൗട്ടിലെ ഒഴിവെന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്യും. പ്രൊപ്പറേറ്റർക്ക് പറയാൻ എളുപ്പം. ആളുകൾ വന്നാൽ സ്ഥലം വേണ്ടേ, ഡ്രസ് വേണ്ടേ? വാ വാ. സാർ, എവിടെയായിരുന്നു ഇത്രയും നേരം? എനിക്ക് ടൗണിൽ പോകണം. നിങ്ങളുടെ സമയത്തിന് ശമ്പളം കൊണ്ട് കാത്തിരിക്കാൻ എനിക്ക് സമയമില്ല. നേരെ. ഒരു കൊല്ലമായി പ്രാക്ടീസ് ഇല്ല. 2 ദിവസം മെനക്കിട്ടാ മതി, എല്ലാം പഠിക്കാം. നോക്കിയിരിക്കുന്നത് ചെയ്യാൻ. ഒന്നുകൂടെ ചെയ്യാൻ. വേഗം ചെയ്യുമോളെ. നിന്റെ കരുത്തിനെ പിടിച്ചിട്ട് ഞാൻ മാറ്റിത്തരാം. ഇനി അടുത്ത നമ്പർ. വെറുതെ തീറ്റിപ്പോരാണല്ലോ നിന്നെ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. നീ മാറി നിൽക്ക്. കയറണ കയറാൻ. സാരല്ല, പഠിച്ച് വലിയ നമ്പറൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ സഹിക്കണം മോളെ. ചെറിയ കുട്ടികളെ ഇങ്ങനെ പേടിപ്പിച്ച അവരെങ്ങനെയാ കളിക്കുക? മാഷ് എന്നെ ഇങ്ങനെ തല്ലിയിട്ടുണ്ടോ? ഓരോരുത്തരുടെ ചിട്ട ഓരോ രീതിയിലാവും, അല്ലാതെ എന്താ പറയാ. മാസ്റ്റർ, റിങ് കളിച്ചാ മതിയാവുന്ന കരുതി. കുതിരപ്പന്തിയിലെ പണിക്കാരന് പനി, എന്നോട് വെള്ളം കോരാൻ പറഞ്ഞു. ആണോ? ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹിക്കണ്ടേ? സാരമില്ല. ഇത് 4ാമത്തെ നടയാണ്. ആനപ്പന്തിയിലെ പണിക്കാർക്ക് സൂക്കേട് വരലെന്ന ഇപ്പൊ എന്റെ പ്രാർത്ഥന. മാഷേ, നിങ്ങളുടെ വെറുതെ നോക്കിയ ആ സൈക്കിൾ റിപ്പയർ ചെയ്യുന്നിടത്ത് സഹായിച്ചു കൊടുത്തു. ശരിയല്ലേ?
എന്താണ് ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? അവിടെ ആൾക്കാർ ടെന്റ് കെട്ടുന്നുണ്ടല്ലേ, ഒന്ന് പോയി സഹായിച്ചൂടെ? എല്ലാറ്റിനും വെറുതെ തീറ്റിപ്പോറ്റുക. സലാമുണ്ടാശാല് 500 ആത്തലിന്റെ ഉണ്ട വെക്കും. പക്ഷെ ഒരു ചെറിയ പയ്യനൊന്ന് വിരല് ചൂണ്ടിയാൽ മതി, ആള് പേടിക്കും. അതാ വീരൻ. ആശാനോടല്ല പറഞ്ഞത്. ആശം പോയിക്കോളൂ, ആശം പോയിക്കോളൂ. ബാറിൽ കളിച്ചുകൊണ്ടിരുന്ന 22 വയസ്സായ ഒരു പയ്യന്റെ കൂടെ ഇയാളുടെ ഭാര്യ ഇറങ്ങിപ്പോയി അങ്ങ് കോയമ്പത്തൂർ ക്യാമ്പിൽ വെച്ച്. ഹോട്ടൽ മുറിയിൽ ചെന്ന് ഇവൻ രണ്ടിനെയും ഇടിച്ച് നിരത്തി പുറത്താക്കി വലിച്ചിട്ടൊന്നാ ഞങ്ങളൊക്കെ കണക്കാക്കിയത്. ഒന്നും ഉണ്ടായില്ല. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു. മരവണ്ടൂസൻ. ഏതാവത് സ്റ്റോക്ക് ഇരിക്കാ? അയ്യോ ഇല്ലല്ലോ റാവുജി. എന്നാലൊരു സ്പെഷ്യൽ ബീഡ് കൊടുക്കും. അയ്യോ അതെ, എന്നെ നിർത്തി. സത്യം പറ. സത്യമാണ്, റാവുജിയാണ് സത്യം. കേട്ടോർക്കളെ, റാവുജി 5 ഭാഷയിൽ സംസാരിക്കും, 9 ഭാഷയിൽ നന്നായിട്ട് തെറി പറയും. റാവുജി ഗുരുക്കളെ അറിയില്ലേ? മുമ്പ് സ്വന്തം കമ്പനി ഉണ്ടായിരുന്ന ആളാ, ന്യൂ ഓറിയന്റ്. ഓ, ബോലോറാം ട്രെയിനർ കേട്ടിട്ടുണ്ട്. ബാഡ് ലക്ക്. എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. കിട്ടുന്ന ശമ്പളത്തിന് മുഴുവൻ കുടിക്കും. ബെസ്റ്റ് അനിമൽ ട്രെയിനറാ. ആദ്യമായിട്ട് സിംഹങ്ങളെയും നരികളെയും ഒന്നിച്ച് മിക്സ് ചെയ്ത് കളിപ്പിച്ച് റാവുജിയാണെന്നാണ് എന്റെ കേൾവി. ഒന്നിനൊരു പേടിയില്ല. ആകെ കൂടെ പേടിയുള്ള സാധനം അതാ വരുന്നു, അതിനെയാ. റാവുവിന്റെ ഭാര്യ. അതിരിക്കട്ടെ, ഗുരുക്കളെന്റെ കല്യാണം കഴിച്ചില്ല. എന്തോ അന്ന് അങ്ങനെ ഒരു നല്ല ബുദ്ധി തോന്നി. അതുകൊണ്ട് ഒരാളെ കൂടി കഷ്ടപ്പെടുത്താതെ കഴിഞ്ഞു. എത്ര ആളുകളുണ്ടെന്ന് വിചാരിക്കാതെ ചെയ്താൽ മതി. റിമാഷി നിന്ന് നോക്കുമ്പോഴാ പേടിച്ചാ തെറ്റും. ഞാനിനി ട്രെപ്പീസിലാ പ്രാക്ടീസ് ചെയ്യാ. അതിലെ ഷോ ഉള്ളെന്ന് കുഞ്ഞിക്കണ്ണേട്ടും പറഞ്ഞു. പേടി തീർന്നില്ലേ? ഇനി വലിയ നമ്പരൊക്കെ പഠിച്ച് മിടുക്കത്തിയാവണം. കിടന്നോളൂ. വിളിക്കുന്നു. ആര്? മാനേജർ സാബ്. എന്നെയോ? ജാനു, നീയും വാ. തുണക്കാളൊന്നും വേണ്ട, ആ പെണ്ണവിടെ കിടന്നോട്ടെ. വേഗം വാ. ദുഃഖങ്ങൾക്കിന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. ദുഃഖങ്ങൾക്കിന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. ജാനു, നീ ഉറങ്ങിയില്ലേ? എനിക്ക് പേടിയാവുന്നു. എന്തു പറ്റി? ലക്ഷ്മി എടുത്തില്ലേ? ലക്ഷ്മി എടുത്ത് വിളിച്ചോണ്ടുപോയി, വന്നിട്ടില്ല. ആര് വിളിച്ചു? മാനേജർ പറഞ്ഞിട്ടൊരാള്. ജാനു, പോയി കിടന്നോളൂ. പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ടാവും. പോയിക്കോളൂ.
ഞാൻ ജാനുവിന് തുണക്ക് നിന്നതാണ്. എനിക്ക് പോയി കിടന്നോളൂ. Ha ha ha.